നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു ചോദ്യമാണ്, ഇന്ത്യ വർഷങ്ങളായി തിരഞ്ഞുകൊണ്ടിരിക്കുന്ന തീവ്രവാദ നേതാവായ മസൂദ് അസ്ഹർ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. ഇയാൾ ഒരു ബോംബ് സ്ഫോടനത്തിൽ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പല ആളുകളും സമൂഹ മാധ്യമമായ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം ഇത് സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം മാധ്യമങ്ങളും ഈ വാർത്ത തന്നെ നൽകാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇയാൾ ശരിക്കും കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു വലിയ സംശയവുമായി നിലനിൽക്കുമ്പോൾ ശരിക്കും ഇയാൾ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. ഇയാൾ പാകിസ്ഥാനിൽ വളരെ സുരക്ഷിതനായി ജീവിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. പാകിസ്ഥാനിൽ ഇയാളുടെ വീടിന് ചുറ്റും പട്ടാളക്കാർ പോലീസിൻ്റെ യൂണിഫോം ധരിച്ച് കാവൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഇയാൾ താമസിക്കുന്ന 2 വീടുകളുണ്ട്. ഈ വീടുകളൊക്കെ തന്നെ ആശുപത്രികളുടെയും അതല്ലെങ്കിൽ ആരാധനാലയങ്ങളുടെയൊക്കെ സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബിൻ ലാദനെ പണ്ട് പിടികൂടിയതുപോലെ അമേരിക്കയ്ക്ക് പോലും പെട്ടെന്നൊരു ആക്രമണം നടത്തി ഇയാളെ പിടികൂടാൻ കഴിയുകയില്ല എന്നാണ് പറയപ്പെടുന്നത്. 1999 ഇന്ത്യയുടെ ഒരു വിമാനം കണ്ടഹാറിലേക്ക് തട്ടിക്കൊണ്ടുപോയതിന് ശേഷം ചില തീവ്രവാദികളെ വിട്ടയക്കണമെന്ന അവരുടെ ആവശ്യമൊന്ന് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെ വിട്ടയക്കപ്പെട്ട തീവ്രവാദികൾ ഒരാളാണ് ഈ മസൂദ് അസ്ഹർ. പിന്നീട് ഇയാൾ പാകിസ്ഥാനിലേക്ക് കടക്കുകയും അവിടെ നിന്ന് തീവ്രവാദ പ്രവർത്തനങ്ങൾ, ഇന്ത്യക്കെതിരായ പല തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത വ്യക്തിയാണ്. 2001 ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമിച്ച കേസിലും അതുപോലെ മറ്റു വളരെ പ്രധാനപ്പെട്ട ചില തീവ്രവാദ കേസുകളിലൊക്കെ തന്നെ ഇയാൾ പ്രതിയാണ്. 2019 കാശ്മീരിലെ പുൽവാമയിൽ CRPF ജവാന്മാർക്ക് നേരെയുണ്ടായ ആക്രമണവും ആസൂത്രണം ചെയ്തത് ഇയാളാണ് എന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഈ ദിവസങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ വർഷം പല ഇന്ത്യ അന്വേഷിക്കുന്ന തീവ്രവാദികളും പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. അന്ന് പല ഇന്ത്യൻ ഏജൻസികളുടെയും തലയിൽ ഇവരുടെ മരണത്തിൻ്റെ ഉത്തരവാദിത്തം കെട്ടിവയ്ക്കാനുള്ള ശ്രമവും ആഗോള വ്യാപകമായി തന്നെ നടന്നിരുന്നു. ഇന്ത്യയാണ് ഇവരുടെയൊക്കെ മരണത്തിന് പിന്നിലെന്ന് ആരോപിക്കപ്പെട്ടിരുന്നു. പലരും പെട്ടെന്ന് ക്ലോസ് റേഞ്ചിൽ അടുത്തു നിന്ന് വെടിയേറ്റ് മരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളുടെ മരണവും സത്യമാണ് എന്ന് തന്നെയാണ് ആദ്യ ദിവസങ്ങളിൽ പൊതുവെ നമ്മളെല്ലാവരും തന്നെ വിശ്വസിച്ചിരുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അധോലോക നായകനായ ദാവൂദ് ഇബ്രാഹിം വിഷബാധയേറ്റ് പാകിസ്ഥാനിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നിരുന്നു. ഒടുവിൽ അതും ശരിയായ വാർത്ത അല്ല എന്ന് തെളിഞ്ഞിരുന്നു. ഇതുപോലെ മസൂദ് അസ്ഹറും കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഇപ്പോൾ അതേതാണ്ട് സ്ഥിരീകരിച്ചിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഒരു കാര്യം അവിടെ അപ്പോഴും അവശേഷിക്കുന്നുണ്ട്. പാകിസ്ഥാനെ പോലുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിൽ ഇയാൾക്ക് അഥവാ മരണം സംഭവിച്ചാൽ പോലും അതിനെ സംബന്ധിച്ച വാർത്തകൾ അവർ പുറത്ത് വിടാതിരിക്കാൻ പാകിസ്ഥാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു പതിവുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ പണ്ടത്തെ പാകിസ്ഥാനല്ല. അവിടെ തകർന്നടിഞ്ഞ് സാമ്പത്തിക സ്ഥിതിയും ഇല്ലാതായി അങ്ങേയറ്റം ലോകത്തെ ദരിദ്ര രാജ്യങ്ങളൊന്നായി മാറിയിരിക്കുന്ന പാകിസ്ഥാനെ ഇത്തരത്തിലുള്ള ഇതുപോലെ തീവ്രവാദികളെയും കൊണ്ട് തീറ്റിപ്പോറ്റുക എന്നുള്ള അധിക ബാധ്യത ഇപ്പോൾ അവരുടെ തലയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു പക്ഷേ പല തീവ്രവാദി നേതാക്കളെയും പാകിസ്ഥാൻ തന്നെ വകവരുത്താനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് ഇവർക്കിനി ഇന്ത്യയെ ഒന്നും ചെയ്യാനും കഴിയുകയില്ല. പാകിസ്ഥാനാകട്ടെ സാമ്പത്തികമായി അടിമുടി തകർന്ന് ഇനി കടം വാങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അതിദയനീയ സ്ഥിതിയിൽ ഇപ്പോഴും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ഈ മസൂദ് അസ്ഹറും കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നുള്ള വസ്തുത ഒരുപക്ഷെ നാളെ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും അല്ലെങ്കിൽ ആഴ്ചകൾക്ക് ശേഷമായിരിക്കാം ഒരുപക്ഷെ പുറത്തു വരിക.